മെഷ്തൂസോയുടെ 3-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ വചന ശുശ്രൂഷ വരെയുള്ള ഭാഗങ്ങളെ പറ്റിയാണ് നാം പ്രതിപാദിച്ചത്. ഇന്ന് വിശുദ്ധ കുർബാനയുടെ മർമ്മപ്രധാനമായ ഭാഗമായ അനാഫറയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രുമിയോൻ സദറായെ പറ്റിയുള്ള ഒരു വ്യാഖ്യാനമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുക. ശുശ്രൂഷകന്റെ ബാറക്കുമോർ സ്തൗമൻ കാലോസ് എന്ന പ്രഖ്യാപനത്തോടുകൂടെ ആരംഭിക്കുകയാണ്. സ്തൗമൻ കാലോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം നമുക്ക് നന്നായി നിൽക്കാം. ശുശ്രൂഷന്റെ ഈ ഒരു പ്രഖ്യാപനം നമുക്ക് നന്നായി നിൽക്കാമെന്ന ആരാധനാ സമൂഹത്തോടുള്ള ആഹ്വാനത്തിന് മറുപടിയായി ആരാധനാ സമൂഹം ഇപ്രകാരം പറയുന്നു: കുറിയേലായിസോ, കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അക്ഷരാർത്ഥത്തിൽ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ആരാധനാ സമൂഹം ദേവാലയത്തിലായിരിക്കുമ്പോൾ മദ്ബഹായിൽ പുരോഹിതൻ നടത്തുന്ന പ്രാർത്ഥനകൾ ഹൃദയസ്പർശിയാണ്. അനുതാപത്തിന്റെ ധ്വനി മുഴക്കുന്ന പ്രാർത്ഥനകൾ വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുവാൻ തക്ക വിധത്തിൽ ഉള്ള പ്രാർത്ഥനകളാണ് സഭാപിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം ധൂപാർപ്പണത്തോടുകൂടെ പുരോഹിതൻ തൻ്റെ പാപങ്ങൾക്കും ജനത്തിന്റെ പാപങ്ങൾക്കും പരിഹാരമായിട്ടുള്ള പ്രാർത്ഥന നടത്തുന്നു. ഇത് ഹൂസോയോ എന്ന പേരിലാണ് അറിയപ്പെടുക. പുരോഹിതൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക: കർത്താവെ, എണ്ണപ്പെടുവാൻ പാടില്ലാത്തതക്കവണ്ണമുള്ള എൻ്റെ ബഹുലമായ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ഈ ജനത്തിന്റെ മുഴുവൻ്റെയും പാപവും മായിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പുരോഹിതൻ ആരാധനാ സമൂഹത്തിന്റെ പ്രതിനിധിയായി ദൈവ തിരുമുമ്പാകെ പരിശുദ്ധ ത്രോണോസിന്റെ മുമ്പാകെ നിൽക്കുന്നു. നമ്മുടെ ആരാധന ക്രമത്തിലെ ഏതൊരു ശുശ്രൂഷയ്ക്ക് മുമ്പും, ഏതൊരു നമസ്കാരത്തിന് മുമ്പും, ഏതൊരു കൂദാശയ്ക്ക് മുമ്പും നാം ചൊല്ലുന്ന പ്രാർത്ഥനയാണ് പ്രുമിയോൻ സദറ. പ്രുമിയോൻ എന്ന പ്രാർത്ഥനയുടെ അർത്ഥം ആമുഖമെന്നും സദറ എന്നതിൻ്റെ അർത്ഥം നിര എന്നുമാണ്. അതായത് പ്രുമിയോൻ ഏത് ചൊല്ലുന്നുവോ അതിൻ്റെ അർത്ഥതലത്തിലുള്ള വ്യാഖ്യാനം കൂടുതലായി നാം കണ്ടുമുട്ടുക സദറ പ്രാർത്ഥനയിലാണ്. പ്രുമിയോൻ സദറായ്ക്ക് ശേഷം ദൈവജനത്തിന്റെ പാപത്തിന് പരിഹാരമായിട്ട് പുരോഹിതൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിൽ നിന്നും നമുക്ക് തടസ്സമായി നിൽക്കുന്ന ചെറിയ ചെറിയ പാപങ്ങൾക്ക് ഈ ഒരു പ്രാർത്ഥന വഴിയായിട്ട് പരിഹാരം ലഭിക്കുന്നുവെന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ തൃത്വത്തെ കാർമികൻ സ്തുതിച്ചുകൊണ്ട് ധൂപക്കുറ്റിവാഴ്വ് നടത്തുന്നു. ബലഹീനനും പാപിയും ദാസനുമാകുന്ന ഞാൻ ഇങ്ങനെ ഏറ്റുപറയുന്നു: പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, പരിശുദ്ധനായ റൂഹാ തമ്പുരാൻ പരിശുദ്ധൻ. ഇങ്ങനെ പുരോഹിതൻ പരിശുദ്ധ തൃത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് സഭയുടെ വിശ്വാസത്തെ ജനം ഏറ്റുചൊല്ലുകയാണ്. പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പുത്രനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധ റൂഹായിൽ വിശ്വസിക്കുന്നു, സഭയിൽ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ വിശ്വാസ പ്രമാണം ആദിമ സഭയിലെ വിശ്വാസ പ്രമാണത്തെ ക്രോഡീകരിച്ചുകൊണ്ട് നിക്കിയ, കോൺസ്റ്റാന്റിനോപ്പിൾ സുനഹദോസുകൾ ക്രമീകരിച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണം ഇന്ന് സഭ ഏറ്റുചൊല്ലുമ്പോൾ ആദിമ സഭയുടെ ഒരു ചൈതന്യത്തിൽ നിന്നുകൊണ്ട് ഈ വിശ്വാസ പ്രമാണം ഉരുവിടുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അപ്പസ്തോലിക വിശ്വാസത്തിന്റെ സംഗ്രഹമാണ് നിക്കിയ കുസ്തന്തീനോപോളിസ് വിശ്വാസ പ്രമാണം. ആദിമസഭയുടെ വിശ്വാസത്തിന്റെ ചൈതന്യം ഇന്നത്തെ സഭയിലും നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുവാനായിട്ട് ഈ വിശ്വാസ പ്രമാണം ഇന്നും സഭയിൽ ഉപയോഗിക്കുന്നു. ജനം വിശ്വാസത്തെ ഏറ്റുപറയുന്ന ഈ അവസരത്തിൽ പുരോഹിതൻ മദ്ബഹായിൽ ജനത്തിന് ധൂപമർപ്പിച്ചതിന് ശേഷം കൈകൾ കഴുകി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ തന്നെ യോഗ്യനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഒപ്പം ജനത്തോട് ഈ കുർബാന തൻ്റെ കരങ്ങൾ വഴി
പൂർത്തിയാക്കപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും വീണ്ടും ത്രോണോസിങ്കിലേക്ക് പോകുന്നു. പുരോഹിതൻ ത്രോണോസിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ് തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, തൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി. ഒപ്പം വിശുദ്ധ കുർബാനയുടെ നിയോഗത്തെ വീണ്ടും പുരോഹിതൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയും ആർക്കു വേണ്ടിയാണോ വിശുദ്ധ കുർബാന അർപ്പിക്കുക ആ വ്യക്തിയുടെ പേരും മനസ്സിൽ ഓർത്തുകൊണ്ട് ത്രോണോസിന്മേൽ കുരിശു വരച്ച് ദർഗായിലേക്ക് പ്രവേശിച്ച് വിശുദ്ധ കുർബാനയുടെ മർമ്മപ്രധാനമായ ഭാഗത്തിലേക്ക് അനാഫറായിലേക്ക് പ്രവേശിക്കും.